ഒരു കാലഘട്ടം ഇതാ ഇവിടെ വിട വാങ്ങുകയാണ്. നമ്മുടെ സ്വന്തം ജാനകിയമ്മ ഇനി യവനികയ്ക്കുള്ളിൽ മറയുന്നു. ഏതായാലും നവീൻ ഫാം ഹൗസിലാണ് ജാനകിയമ്മയുടെ അന്ത്യാഭിലാഷ പ്രകാരം ഈ ഫാം ഹൗസിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഈ ഒരു അന്ത്യവിശ്രമത്തിനുള്ള അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ജാനകിയമ്മയുടെ കൊച്ചുമകളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. തൃശ്ശൂരിൽ കാണുന്ന പോലെ തന്നെ വൻ ജനാവലിയാണ് ഈ സംസ്കാര ചടങ്ങിനും ഇവിടേക്ക് എത്തിയത്. അതുപോലെ തന്നെ രാവിലെ പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിരവധി ആളുകൾ ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതിനു മുമ്പ് വീട്ടിലും പൊതുദർശനമുണ്ടായിരുന്നു. ഏതായാലും ജാനകിയമ്മയെ സ്നേഹിക്കുന്ന ആയിരങ്ങളാണ് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. ഏതായാലും അവർക്കെല്ലാം ഒരേ ഒരു ആവശ്യം, ഒരു നോക്ക് അവസാനമായി അമ്മയെ കാണണം. അതായത് എസ് ജാനകി എന്നല്ല പറയുന്നത്, ജാനകി അമ്മ, മാതൃഭാവമാണ് എല്ലാവർക്കും ജാനകി അമ്മയോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ സ്നേഹം അറിഞ്ഞ ആളുകളെല്ലാം ഈ അവസാനമായി അവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മൈസൂരിൽ എത്തിയിരുന്നു. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശത്ത് ജനിച്ച് തമിഴ് മണ്ണിൽ വളർന്ന് മലയാള തനിമയോടെ വിരാജിച്ച് കന്നഡ മണ്ണിൽ ഒടുങ്ങുകയാണ് നമ്മുടെ തെന്നിന്ത്യയുടെ വാനമ്പാടി. ഏതായാലും 17 ഭാഷകളിലായി 1.5 ലക്ഷത്തോളം ഗാനങ്ങൾ പാടുക എന്നുള്ളത് അധികമാർക്കും ഇനി സാധിക്കുന്ന ഒരു കാര്യമല്ല. പരിചയപ്പെട്ടവർക്കെല്ലാം ഏറെ സ്നേഹമുള്ള ജാനകിയമ്മയാണ് ഇപ്പോൾ വിട പറയുന്നത്. അവർക്ക് അർഹിക്കുന്ന ഒരു അന്ത്യയാത്ര തന്നെയാണ് ഇപ്പോൾ മൈസൂരുവിൽ ഒരുക്കിയിരിക്കുന്നത്. കർണാടക സർക്കാർ ഔദ്യോഗിക ബഹുമതിയോട് കൂടിയാണ് ഈ യാത്രയപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും സിനിമാ ലോകത്ത്, നൃത്ത സംഗീത ലോകത്ത് KS ചിത്രയും സുജാതയും ഉൾപ്പെടെയുള്ള പ്രമുഖർ, മനോ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ ഇവിടേക്ക് എത്തി. ഇത് ഏറ്റവും സങ്കടമായിട്ടൊരു നിമിഷമാണ്. ഇന്നലെ ഇത് കേട്ടപ്പോഴേ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ ജാനകിയമ്മയായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ചിൽ ഉള്ള സമയമാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ശ്വേതയായിട്ടാണ് എപ്പോഴും കോൺവെർസേഷൻ. ആൻഡ് അമ്മ കമ്പോസ് ചെയ്ത് 4 പാട്ട് എഴുതി കമ്പോസ് ചെയ്ത 4 പാട്ട് ശ്വേത പാടണമെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് പാട്ട് പഠിപ്പിച്ച് ഞങ്ങൾ മൈസൂരിലൊക്കെ 2 പ്രാവശ്യം വന്ന് അന്നൊക്കെ അമ്മ ഹെൽത്തി ആയിട്ടിരിക്കണ്ടായിരുന്നു. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോണാണ് പങ്കെടുത്തത് സംസ്കാര ചടങ്ങുകളിൽ. ഏത് നാട്ടുകാർക്കും അവരുടേതെന്ന് തോന്നിക്കത്തക്ക തരത്തിൽ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു. മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഞാൻ കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയത്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. അതുപോലെ കർണാടക സർക്കാരിനെ പ്രതികരിച്ച് യതീന്ദ്ര സിദ്ധരാമയ്യയും പങ്കെടുത്തു. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.